ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉഹിദിലേക്കുള്ള യാത്രയും പിന്നെ കുറച്ച് അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് നാട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ ഉഹിദ് മലയ്ക്കുള്ള യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആണുങ്ങൾ മാത്രമായിരുന്നു യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഫ് റോഡ് യാത്രയായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 വണ്ടിയിലായിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. ഫോർച്യൂണർ 2 വണ്ടി എടുത്തിട്ടാണ് അവർ ഈ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വണ്ടി മാത്രമാണ് മലയുടെ മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ബ്ലാക്ക് വണ്ടി മലയുടെ മുകളിലോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. മറ്റേത് വൈറ്റ് വണ്ടി പറഞ്ഞാൽ 4x4 ഓപ്ഷൻ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് മല മുകളിലോട്ട് കയറി. എൻ്റെയൊക്കെയും ഈ യാത്രയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അസർക്കായിരുന്നു കേട്ടോ അവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ഗ്രൂപ്പിൻ്റെ പേര് സിയാദ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. അതിൻ്റെ അമീർ ഫൈസു മദീന എന്നാണ് പേര്. മദീനയിലത്തെ ഓരോ മുക്കും മൂലയും ആൾക്ക് ചരിത്രം പറയാനുണ്ടാവും കേട്ടോ. അത്രയ്ക്കും ചരിത്രം പറയുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ആളുടെ സുഹൃത്തിനെ അവിടെ കണ്ടുമുട്ടിയിട്ടോ, ഒരു സൗദീനെ. അപ്പോൾ പിന്നെ ആളുടെ വണ്ടിയിൽ കുറച്ച് പേരും പിന്നെ 4x4 കുറച്ച് പേരും അങ്ങനെ അവർ യാത്ര ചെയ്തു. അങ്ങനെ അവർ മലയുടെ മുകളിൽ എത്തിയിട്ടോ. ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സങ്കടപ്പെടുത്തുന്ന കുറേ ഓർമ്മകൾ തരുന്നൊരു യുദ്ധമാണ് കേട്ടോ ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. ഉഹുദ് എന്നാൽ ഒറ്റപ്പെട്ടത് എന്നാണ്. മറ്റു മലകളിൽ നിന്നും തല ഉയർത്തി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര ആ പേര് വന്നത്. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷം തോറ്റതിൻ്റെ പ്രതികാരമായിട്ടാണ് കേട്ടോ ഉഹുദ് യുദ്ധം നടന്നത്. ശത്രുപക്ഷത്ത് കുറേ ആയുധങ്ങളും അതുപോലെ തന്നെ ഖുറൈശി ഭടന്മാരും 3000-ഓളം വരുന്ന ഖുറൈശി ഭടന്മാരൊക്കെ ഉണ്ടായിട്ടുള്ള യുദ്ധമായിരുന്നു. പക്ഷെ നമ്മുടെ മുസ്ലിം സൈന്യത്തിൽ വെറും 900 സ്വഹാബികൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പോരാട്ട കഥകളും അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായതും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരൾ പറിച്ചെടുത്ത് ഹിന്ദ് ചവച്ചരച്ച് തുപ്പിയ കഥകളും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ല് പൊട്ടിയ കഥകളും അങ്ങനെ കുറേ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചരിത്രമുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഉഹുദിൻ്റെ താഴ്വര എന്ന് പറയുന്നത്. ഇക്കയും മലമുകളിലെത്തി ഉസ്താദിൻ്റെ ചരിത്രം കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് കേട്ടോ പറഞ്ഞത്. അത്രയ്ക്കും ഫീലായിരുന്നു. അൽഹംദുലില്ലാ നമുക്ക് ഈ പുണ്യഭൂമിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് അല്ലാഹുവിനോട്. മലമുകളിൽ എത്തിയാൽ മദീന പട്ടണം ഫുള്ളായി കാണാൻ സാധിക്കുന്ന കേട്ടോ ഇക്ക പറഞ്ഞത്. പിന്നെ ഉസ്താദിൻ്റെ കൂട്ടുകാരൻ ഒരു കവിയായിരുന്നു. അപ്പോൾ അങ്ങനെ കവിതയൊക്കെ ചൊല്ലി പിന്നെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം മലയുടെ മുകളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവർ താഴോട്ട് ഇറങ്ങിട്ടോ. നമ്മുടെ അമീറായ ഫൈസു മദീനയെ കുറിച്ച് പറഞ്ഞാൽ വാക്കുകളുണ്ടാവില്ല. ഓരോ ചരിത്രങ്ങളും അത്രയും വിശദീകരിച്ച് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആൾക്ക് പറഞ്ഞാലും തീരാത്തത്ര കഥകളുണ്ടാവും കേട്ടോ. ചരിത്രം പറയാൻ നിന്നാൽ അത്രക്കും അറിവുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ഈ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് കുറേ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറേ മനുഷ്യന്മാരെ കണ്ടുമുട്ടിയിട്ടാണ്. അതും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു സിയാദ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള യാത്ര. പിന്നെ അവർ മലമുകളിൽ നിന്നും താഴോട്ട് കുറച്ച് ദൂരം ഇറങ്ങിയപ്പോഴത്തേനും വണ്ടി പഞ്ചറായി. അങ്ങനെ അവർ കുറച്ച് നേരം പെട്ടുപോയിട്ടോ. തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്ല് പെട്ടിട്ട് വണ്ടിയുടെ ടയർ പൊട്ടിയിട്ടുണ്ടായത്. അങ്ങനെ അവർ വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് നേരം വൈകിട്ട് റൂമിലെത്തി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ റൂമിലെത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.